ചെറിയ കുട്ടികളുള്ള പല വീടുകളിലുള്ള ഒരു പ്രവണതയാണ് അവരെ പിന്നാലെ നടന്ന് പ്രഷർ ചെയ്ത് ഭക്ഷണം കഴിപ്പിച്ച് അവരെ തടിയന്മാരാക്കി മാറ്റുക എന്നുള്ളത്. ഈ പൊണ്ണത്തടി എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്ന അസുഖങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അസുഖം അല്ലെങ്കിൽ കൂടി അത് ലേറ്റർ നമ്മളെ ജീവിതത്തിൽ വലിയ ഈ ഹാർട്ട് അറ്റാക്ക് പോലത്തെ ക്യാൻസർ പോലെയുള്ള വലിയ വലിയ അസുഖങ്ങൾക്ക് കാരണമാകുന്ന ഒരാളാണ്. അപ്പോൾ 50% കുട്ടികൾ പൊണ്ണത്തടിയന്മാരായിട്ടുള്ള 50% ആൾക്കാരും വലിയവരായിരിക്കുന്ന സമയം അഡൾട്ടായിരിക്കുമ്പോഴും പൊണ്ണത്തടിയന്മാരാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുപ്പം മുതലേ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഭക്ഷണം അവർക്ക് ആവശ്യമുള്ള അളവിൽ മാത്രം ഭക്ഷണം കൊടുത്ത് ശീലിപ്പിക്കുക. അതുപോലെ തന്നെ ചെറുപ്പം മുതലേ അവരെ ഒരു 30 മിനിറ്റ്സ് ഡെയിലി എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ശീലിപ്പിക്കുക. ഇത് ലേറ്റർ അവരുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാവും. ഒരു പൊണ്ണത്തടിയന്മാരായി കഴിഞ്ഞാൽ വണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് കുട്ടികളിൽ തടി കുറക്കാൻ വേണ്ടിയിട്ട് കുട്ടീനെ മാത്രം ഒരാളെ മാത്രം പ്രഷർ ചെയ്ത് തടി കുറക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കുറക്കുക, എക്സസൈസ് ചെയ്യുക, എല്ലാവരും ഒരുമിച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു കുട്ടിയുടെ ഒരു തടി കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മാത്രമല്ല ഒരിക്കൽ തടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര പണിപ്പെട്ട് തടി കുറച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ തിരിച്ച് പഴയ വെയിറ്റ് പെട്ടെന്ന് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തടി വെക്കുന്നതിന് പകരം തടി വെച്ചിട്ട് അത് കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം തുടക്കം മുതലേ അത് വരാതെ ഒബിസിറ്റി വരാതെ നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒബിസിറ്റി പൊണ്ണത്തടിയാണോ എന്നുള്ള അടക്കാൻ വേണ്ടിയിട്ട് പല പാരാമീറ്റേഴ്സും ഉണ്ട്. അപ്പോൾ കുട്ടികളിൽ BMI അല്ലെങ്കിൽ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. ലേറ്റർ നമുക്ക് വിശദമായിട്ട് ഓരോ വീഡിയോസിൽ നമുക്ക് പറയാം.